ഈ കൂട്ടത്തിൽ ഇര എന്നുള്ള പ്രയോഗമുണ്ടല്ലോ, ആ പ്രയോഗത്തിനോട് വിയോജിപ്പാണോ അതോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയാക്കപ്പെട്ടു എന്നുള്ള വാദം താങ്കൾക്ക് വ്യക്തിപരമായി ഉണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് കേട്ടിട്ട് കൂടിയാകാം ഒരുപക്ഷെ വീക്ഷണത്തിന്റെ എഡിറ്റോറിയൽ. അതായത് ഇതിൽ സംഭവിക്കുന്നത് ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ ആ വീക്ഷണത്തിന്റെ എഡിറ്റോറിയൽ എഴുതുന്ന ആളുകളുണ്ടല്ലോ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരു പാർട്ടി പത്രത്തിന് വാർത്തകളിൽ ചില ജാഗ്രത കുറവ് ഉണ്ടായാലും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എഡിറ്റോറിയലിൽ ഇത്ര വലിയൊരു ജാഗ്രത കുറവ് ഉണ്ടായി എന്നൊക്കെ പറയുന്നത് എത്രമാത്രം വിശ്വസനീയമാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. മറ്റൊരു വിഷയം എന്താണ്, ഇപ്പോൾ പാർട്ടി പത്രത്തിന്റെ എഡിറ്റോറിയൽ എഴുതാനിരിക്കുന്ന ആൾ ഈ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ആര് പറയുന്ന അഭിപ്രായം മുഖവിലേക്ക് എടുത്തിട്ട് വേണം എഡിറ്റോറിയൽ എഴുതാനൊന്നൊരു പ്രശ്നമില്ലേ? ഇവിടെ ഓരോരുത്തരും ഓരോന്ന് പറയുകയാണ്. ഇവിടെ ചിലപ്പോൾ അടൂർ പ്രകാശ് ഇന്നലെ പറഞ്ഞത് കേട്ടിട്ടാകാം അതേ ഇരവാദം വീക്ഷണം ആവർത്തിച്ചതല്ലേ? അപ്പോൾ താങ്കൾക്ക് അതിൽ എന്താണ് അഭിപ്രായം? ഈ ഇരവാദത്തിനോട് യോജിപ്പുണ്ടോ? നോക്കൂ, കോൺഗ്രസിന്റെ അഭിപ്രായം KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിലില്ല, നിയമസഭാ കക്ഷിയിലില്ല, അദ്ദേഹത്തെ പിന്താങ്ങേണ്ട പ്രശ്നമില്ല. അത് നിയമപരമായിട്ട് ഇപ്പൊ കോടതിയിൽ എത്തിയ വിഷയം നിയമപരമായിട്ട് തന്നെ പോകും. ആ അഭിപ്രായമേ എനിക്കുള്ളത്. വീക്ഷണത്തിന്റെ എഡിറ്റോറിയലിനെ കുറിച്ച് എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അത് ഒരു കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. രാജൻ കേസിൽ, അടിയന്തരാവസ്ഥയിലെ രാജൻ കേസില് വീക്ഷണത്തിന്റെ മുഖപ്രസംഗം എന്തായിരുന്നു അറിയാമോ? കരുണാകരൻ രാജിവെക്കണമെന്നായിരുന്നു. അന്ന് CP ശ്രീധരൻ മുഖപ്രസംഗം എഴുതിയത്. ആ പാർട്ടിയുടെ അഭിപ്രായം അതായിരുന്നില്ല. അപ്പൊ ചില ഘട്ടങ്ങളില് CPM-ന്റെ നിലപാടുകൾ ചെയ്തിട്ടില്ലല്ലോ ശ്രീ എൻ ശ്രീകുമാർ. അവിടെയാണ് പ്രശ്നം. ആ പത്രത്തിന്റെ നിലപാട് അതാകുകയും ഞാൻ പറയട്ടെ, അല്ല, അവിടെ ഉറച്ചു നിൽക്കാൻ സാധിക്കണമായിരുന്നു, അതിന് സാധിച്ചില്ല. അവിടെയാണ് പ്രശ്നം. ഉറച്ചു നിന്നിരുന്നെങ്കിൽ താങ്കൾ പറഞ്ഞ വാദം ഓക്കെ ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പത്രത്തിൻ്റെ ഒരു പാർട്ടി മുഖപത്രത്തിൻ്റെ മൊത്തമായി തന്നെ പാർട്ടി മുഖപത്രങ്ങളുടെ ചില നിലപാടുകളുണ്ട്. അത് ചിലപ്പോൾ പാർട്ടി നേതാക്കൾക്ക് തള്ളിപ്പറയേണ്ടി വരും. അത് തള്ളി പറഞ്ഞിട്ടുണ്ട്. വീക്ഷണത്തിൻ്റെ MD KPCC ജനറൽ സെക്രട്ടറിയാണ് ജെയ്സൺ ജോസഫ്. അപ്പൊ അദ്ദേഹത്തിന് ചിലപ്പോൾ തള്ളിപ്പറയേണ്ടി വരും. പക്ഷേ ഒരു പൊതു സന്ദേശം ആ മുഖപ്രസംഗം നൽകുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി. രണ്ടാമത്തെ കാര്യം കൂടി, ഇരവാദത്തിനോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? അതായത് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇരവാദെന്നുള്ള ഒരു ഒറ്റ വരി മാത്രമേ പ്രശ്നമുള്ളൂ. ആ വരിയാണ് പ്രശ്നം. ആ വരി ഇല്ലായിരുന്നെങ്കിൽ അടൂർ പ്രകാശ് ഉൾപ്പെടെ പറഞ്ഞ ഇരവാദം, അതിനോട് താങ്കളുടെ അഭിപ്രായം? അതൊരു നല്ല ചോദ്യം. അതെന്താ? അല്ല, അതിന്റെ കാര്യം ഞാൻ പറയാം. അതിന്റെ ഉത്തരവാദി CPM-ആ. അങ്ങനെ പറയാനുള്ള ഉത്തരവാദി CPM കാരണം CPM-ന്റെ നിലപാടുകളുണ്ട്. ആ നിലപാടുകളാണ് ഇങ്ങനെ പറയിപ്പിക്കാൻ കാരണം.